ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരൈറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇതിൻ്റെ പേരാണ് അഫ്ഗാനി ചിക്കൻ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനേഗറും പിന്നെ കുറച്ച് സോയാ സോസും കൂടി കൂട്ടി നല്ലപോലെ ഒന്ന് പെരക്കി വെക്കണം. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 3-4 പച്ചമുളക്, ഒരു പിടി അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി അധികമാകാൻ പാടില്ല. പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മളെ ചിക്കനിലേക്ക് അതുകൂടി ചേർത്ത് നല്ല പോലെ പെരക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് അവിടെ മാറ്റി വെക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല പെരക്കി വെച്ച ചിക്കനിലെ അത് അതിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് അതിൻ്റെ മസാലയും എല്ലാം കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ചപ്പാത്തിയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ചപ്പാത്തിയും നമ്മുടെ അഫ്ഗാനി ചിക്കനും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഒരു ഭാഗത്ത് റെഡിയാകുന്നുണ്ട്, അഫ്ഗാനി ചിക്കനും റെഡിയാകുന്നുണ്ട്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ പാകത്തിനെത്തുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. നല്ല ഗ്രേവി ആയിട്ട് നല്ല മസാലയും കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് മുരിച്ചെടുക്കണം എന്ന് അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കനലിൽ ഗ്രില്ലിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കുക. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എളുപ്പത്തിലാകും. കനലൊന്നും ഇടണ്ടല്ലോ, വേഗം ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്ന് നമുക്ക് ഏത് സമയം വിചാരിച്ചാലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതിലേക്കും ബൈ.